നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കർത്താവിൽ ആശ്രയിക്കുന്നവർ പരിപൂർണ സുരക്ഷിതരാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ പരിപൂർണ സുരക്ഷിതരാണ്. ഇതിൽ സങ്കീർത്തന പുസ്തകം 34 അധ്യായം 10 തിരുവചനവും ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7-8 തിരുവചനവുമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7-8 വരികളിൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ പരിപൂർണ സുരക്ഷിതരാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആ തിരുവചനം ഇങ്ങനെയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ബലം നൽകിക്കൊണ്ടേയിരിക്കും. വീണ്ടും സങ്കീർത്തന പുസ്തകം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതാണ് സങ്കീർത്തന പുസ്തകം 34:10. അതിനാൽ ഒരിക്കലും പറ്റാത്ത ആറ്റുതീരത്ത് നട്ട ഒരു മരത്തെയാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7-8 വരികളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും സങ്കീർത്തന പുസ്തകം 34:10 പറയുന്നത്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല.